തആല വബറകാതുഹു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, സ്ത്രീ ശാക്തീകരണം, നിയമങ്ങളും യാഥാർത്ഥ്യവുമെന്ന വിഷയവുമായി ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിയമങ്ങളുടെ പുസ്തകത്തിൽ സ്ത്രീ എന്നും സുരക്ഷിതയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സ്ത്രീ സുരക്ഷിതയാണോ എന്ന ചോദ്യം നമുക്കിടയിലും സമൂഹത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുത കൂടിയാണ്. രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും നിയമപരിധിക്കുള്ളിൽ ഒരുപാട് സ്ത്രീ സുരക്ഷാ നിയമ സംവിധാനങ്ങൾ നിലവിലുണ്ടെങ്കിൽ പോലും എത്രത്തോളം അത് യാഥാർത്ഥ്യമാണ് എന്നത് നാം ചിന്തിക്കേണ്ടതുണ്ട്. 2005 ഗാർഹിക പീഡനവും 498 ആക്ട് പ്രകാരമുള്ള സ്ത്രീധന വിരുദ്ധ നിയമങ്ങളുമെല്ലാം ദേശീയ തലത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും അതിൻ്റേതായ സ്ത്രീ സംരക്ഷണ സുരക്ഷാ നിയമങ്ങൾ നിലവിലുണ്ട്. ആ നിയമങ്ങളെ എങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തു എന്നിടത്താണ് കാര്യം. 2024 ഡിസംബറിൽ തമിഴ്നാട്ടിലെ ജലാർപേട്ടയിലുള്ള ഒരു കുടുംബത്തിന് നേരെ ഭർത്ത കുടുംബത്തിൻ്റെയും ഭാര്യ കുടുംബം നടത്തിയ ചില ആരോപണങ്ങൾക്ക് അടിസ്ഥാനമായി സുപ്രീം കോടതി ബംഗളൂരുവിൽ IT ഉദ്യോഗസ്ഥനായ ഒരു യുവാവ് ആത്മഹത്യ ചെയ്ത ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു നിയമമായി ഗാർഹിക പീഡന നിയമവും സ്ത്രീധന വിരുദ്ധ സ്ത്രീധന നിരോധന നിയമങ്ങളെല്ലാം ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് കണ്ടെത്തുകയുണ്ടായി. സ്ത്രീകൾ സമൂഹത്തിൽ അബലകളാണ്, താഴെ തട്ടിലുള്ളവരാണ് എന്ന് വരുത്തി തീർക്കുകയും അവരെ ഉയർത്തുകൊണ്ടുവരാൻ വേണ്ടി ഒരു നിയമം നിർമ്മിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ അത് എത്രത്തോളം സമൂഹത്തിൽ നടപ്പാക്കുന്നുണ്ട് എന്ന് നാം തീർത്തും വിശകലനം ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. നിരത്തുകളിൽ സ്ത്രീ കമ്മീഷൻ പുതിയ റിപ്പോർട്ട് പ്രകാരം നിരത്തുകളിൽ 10 സ്ത്രീകളിൽ 4 പേരും ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് എന്ന കാര്യമാണ്. എന്നാൽ സ്ത്രീകൾ തന്നെ തങ്ങൾക്ക് ലഭിച്ച നിയമ ആനുകൂല്യങ്ങൾ സമൂഹത്തിൽ എപ്രകാരം ചൂഷണം ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിലായി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കേരളത്തിൽ നടന്ന, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ ഒരു യുവാവ് ആത്മഹത്യക്ക് ചെയ്ത സംഭവം നാം കാണാനിടയായി. സ്ത്രീകൾക്ക് ലഭിക്കാവുന്ന ആനുകൂല്യങ്ങളെയും അതുപോലെ തന്നെ നിയമങ്ങളെയും എല്ലാം കൃത്യമായി ഉപയോഗപ്പെടുത്തി എനിക്ക് സമൂഹത്തിൽ സ്വാധീനമുണ്ടാക്കാനും റീച്ചുണ്ടാക്കാനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു സോഷ്യൽ മീഡിയ സമൂഹത്തെ ഇതിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. 2024 സെപ്റ്റംബറിൽ ഗാർഹിക പീഡന നിരോധന നിയമത്തിൻ്റെ ചൂഷണം ചെയ്യുന്ന ഒരു കാര്യമായി സുപ്രീം കോടതി ബെഞ്ച് വിധിച്ച ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് സ്ത്രീധന നിയമവിരുദ്ധമായി നടപ്പിൽ വരുത്തേണ്ട കാര്യം അശ്ലേഷം ഒരു ദാരുണ്യവുമില്ലാതെ ഭർത്ത കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ സമൂഹത്തിലെ പുരുഷ മേധാവിത്വത്തിനെതിരെ ഉപയോഗപ്പെടുത്തുന്നത്, ചൂഷണം ചെയ്യുന്നതെന്ന് കൃത്യമായി അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ്, സ്ത്രീയോടുള്ള സമീപനം എങ്ങനെയാണ് എന്ന് കൃത്യമായി നാം നോക്കിക്കാണേണ്ടതുണ്ട്. സ്ത്രീയും പുരുഷനും പ്രകൃതിയുടെ 2 ചിറകുകളാണ്. അവർ ഒരുമിച്ച് പോയാലേ ഈ സമൂഹം അതിൻ്റെ കൃത്യമായ രൂപത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇസ്ലാം സ്ത്രീക്ക് നൽകേണ്ടതായ സ്ഥാനങ്ങൾ കൃത്യമായി നൽകുകയും ഓരോ ഘട്ടങ്ങളിലും പുരുഷന് പുരുഷൻ്റെതായ സ്ഥാനവും സ്ത്രീകൾക്ക് സ്ത്രീകളുടെ സ്ഥാനവും നൽകുന്നുണ്ട്. വലാ തതമന്നൗ മാ ഫളലല്ലാഹു ബിഹി ബഅദുകും അലാ ബഅദ് ലിരിജാലി നസീബും മിമ്മ ഇക്തസബു വലിനിസാഇ നസീബും മിമ്മ ഇക്തസബന എന്ന കൃത്യമായ നിസാഇൻ്റെ സൂറത്ത് ആയത്തിലൂടെ നമുക്ക് ഖുർആൻ നമ്മോട് വിശദീകരിക്കുന്നുണ്ട്. ഓരോ സ്ത്രീകൾക്കും ഓരോ പുരുഷനും അർഹിക്കുന്ന പരിഗണന കൃത്യമായി നൽകിക്കൊണ്ട് തന്നെയാണ് ഇസ്ലാം സ്ത്രീയെയും പുരുഷനെയും സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വിഭാവനം ചെയ്യുന്നത് എന്ന് കൃത്യമായി ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്ത് സ്ത്രീകളെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക്
ചിലരുടെ വ്യക്തി താല്പര്യങ്ങൾക്കും കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കും വേണ്ടി സ്ത്രീകൾ അബലകളാണെന്ന് സമൂഹത്തിൽ വരുത്തി തീർക്കുകയും അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാം ബാധ്യതയാണെന്നും വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയും എന്നിട്ട് ആ സ്ത്രീകളെ വീണ്ടും ചൂഷണത്തിന് വിധേയമാക്കുകയും ചെയ്യുന്ന ദയനീയമായ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കോൾ ലെറ്റർ ഇ ഓൺ ദി സ്റ്റേജ്. വിഷയം നവമാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ കാവലാളോ ചതിക്കുഴിയോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.